ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ 2026. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. നിഫ്റ്റി ഇന്ന് 26,146 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 16 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 59,711 ക്ലോസ് ചെയ്തപ്പോൾ 129 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 60,750 ക്ലോസ് ചെയ്തപ്പോൾ 265 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 9 പോയിൻറ്റ്സ് കുറഞ്ഞ് 17,704 ക്ലോസ് ചെയ്തു. ഇന്ത്യ ബേസിൽ 9.18 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 85,188 ക്ലോസ് ചെയ്തപ്പോൾ 32 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 1,525 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് തുടരുകയാണ്. 3,268 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി FMCG 3.17% നല്ല ഇടിവാണെന്ന് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ 28,480 ക്ലോസ് ചെയ്തപ്പോൾ 290 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 35,507 ക്ലോസ് ചെയ്തപ്പോൾ 182 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,666 ക്ലോസ് ചെയ്തപ്പോൾ 53 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 1757 1757 പോയിൻറ്റ്സിൻ്റെ ഇടിവാണെന്ന് കണ്ടത്. 53,718 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,611 ക്ലോസ് ചെയ്തപ്പോൾ 28 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 9,679 ക്ലോസ് ചെയ്തപ്പോൾ 62 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 38,171 ക്ലോസ് ചെയ്തപ്പോൾ 287 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 3 പോയിൻറ്റ്സ് ഉയർന്ന് 1,448 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 88 പോയിൻറ്റ്സ് ഉയർന്ന് 11,256 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 12,232 ക്ലോസ് ചെയ്തപ്പോൾ 1 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 90 പോയിൻറ്റ്സ് കുറഞ്ഞ് 22,632 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8,571 ക്ലോസ് ചെയ്തപ്പോൾ 38 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 7 പോയിൻറ്റ്സ് ഉയർന്ന് 885 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,485 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,386 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,942 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,938 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 26,129 ക്ലോസ് ചെയ്തു. ഇന്ന് തേഴ്സ്ഡേ 26,146 ക്ലോസ് ചെയ്ത് ഏകദേശം മുകളിലേക്കുള്ള റാലി നിലനിർത്തി. നിഫ്റ്റി 50 ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 104 പോയിൻറ്റ്സാണ് ഈ ആഴ്ച നിഫ്റ്റി 50 ഉയർന്നത്. 0.40% ഗെയിൻ ഉണ്ടായി. കഴിഞ്ഞ 12 മാസത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ, അതായത് 2025 ഫെബ്രുവരിയിൽ 22,124 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,146 നിൽക്കുമ്പോൾ 18.18% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് 2.36% റാലി നടത്തി. ബജാജ് ഓട്ടോ 2.30% റാലി നടത്തി. ഇറ്റേണൽ 2.07%, NTPC 2.05%, വിപ്രോ 1.55%, M&M 1.40%, L&T 1.39%, ടെക് മഹീന്ദ്ര 1.06%, ഇന്റർഗ്ലോബ് 1.01% ആൻഡ് ടാറ്റ സ്റ്റീൽ 1.01% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ITC 9.71% വലിയൊരു ഫോൾ ഉണ്ടായി. ഡോക്ടർ റെഡ്ഡീസ് 1.42%, ബജാജ് ഫിനാൻസ് 1.39%, ടാറ്റ കൺസ്യൂമർ 1.27%, ONGC 1.02%, സിപ്ല 0.69%, ഏഷ്യൻ പെയിൻറ്റ്സ് 0.63%, ഭാരതി ഇലക്ട്രിക് 0.48%, ICICI ബാങ്ക് 0.36% ആൻഡ് ബജാജ് ഫിൻസർ 0.14% ഫോൾ കണ്ടു. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇന്ത്യയിൽ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ വരുന്നുണ്ട് 2 ജാനുവരിക്ക്. ഇന്ത്യയിൽ നിന്ന് തന്നെ USD ഫോറക്സ് റിസർവ് ഡേറ്റ നാളെ വരുന്നുണ്ട് 2 ജാനുവരിക്ക്. USA എന്നും അതുപോലെ തന്നെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ നാളെ 2 ജാനുവരിക്ക് വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും വീണ്ടും ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. ബൈ ഓൾ.